വീട്ടിൽ കയറുന്നൊരു തോന്നിയസം പറയരുതോ. ഇവിടെ വീട്ടിലെ ആളും മക്കളും കുട്ടികളും മക്കളൊക്കെ ഉള്ളതാണ്. ഇറങ്ങി പോയാണ് നിങ്ങൾ അവിടുന്ന്. ശരി പോ സാറേ. അല്ല സാറേ, ഇവിടെ പൂട്ടി കിടക്കണല്ലോ. നോക്കാം, നമുക്ക് കോളിംഗ് ബെല്ല് അടിച്ച് നോക്കാം കേട്ടോ. ആരാ? എന്താ? ഞങ്ങള് സെൻസസിന്റെ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. നിങ്ങളൊന്ന് കാണാൻ നിൽക്കുകയായിരുന്നു ഞാൻ. അല്ല, ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങളോട് 2-3 പ്രാവശ്യം വന്ന് കുത്തി വരുന്നത്? ഞങ്ങൾ 3-4 ലക്ഷം റുപ്യ കൊടുത്തിട്ട് ഞാൻ കഴിഞ്ഞ മാസം പെയിന്റ് അടിച്ചിട്ടുള്ളൂ. അതെന്താ? അത് നോക്ക്, സാർമാരോട് നോക്കിക്കോ. 3-4 പ്രാവശ്യമായി അത് ഇങ്ങനെ. എത്ര പ്രാവശ്യങ്ങൾ വരിക, എഴുതുക, കുത്തി വരയ്ക്കാൻ പോവുക. സെൻസസ് എന്ത് സെൻസസ്? അത് കലാകാല സെൻസസാ. അത് പിന്നെ സെൻസസിന്റെ ഭാഗമാണ് സെൻസസിന്റെ ഭാഗത്ത് ഇത് വേറെ പെരക്കാർക്കൊന്നും ബാധകമല്ല. ഇവിടെ മാത്രം എന്തും സെൻസസാ. സെൻസസ് 3 ഘട്ടമായിട്ടാണ്. ഏത് ഘട്ടമാണെങ്കിലും ഇതെന്താ? എന്നാ പിന്നെ ഞാൻ കുറെ ദിവസമായി ഇങ്ങനെ നമ്പർ ഇടാന് വേറെ ആളാ വന്നത്, ഞങ്ങളല്ല. പിന്നെ സെൻസസിനോട് ഞങ്ങളോട് ഒന്ന് സഹകരിക്കണം സാറ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒന്ന് ആൻസർ ചെയ്തിട്ട് സഹകരിക്കണം. ആദ്യം തന്നെ നിങ്ങളുടെ വീടിന്റെ നമ്പറാണ്. നമ്പർ ഏതായാലും ഒന്ന് പറയോ? നമ്പറല്ലേ വെണ്ടക്കാശത്തിലാ എഴുതി വെച്ചിരിക്കണത്, കാണില്ലേ? 35/4 അല്ലെ? 35/4. ഓക്കെ അല്ലേ? അടുത്തത് സർ, തറയുടെ തരം, അതായത് മണ്ണ് കൊണ്ടാണോ, സിമെന്റ് കൊണ്ടാണോ, ടൈൽസ് ആണോ, മാർബിൾ ആണോ, മറ്റേതെങ്കിലും ആണോ? ഇതിലിപ്പോ എന്താണെന്നുള്ള നിങ്ങൾക്ക് എന്താ നോക്കിയാൽ മനസ്സിലാവില്ല. ഇതില് കല്ലും കണ്ണും മട്ടയും എല്ലാം ഉണ്ടാവും. ഇതില് ടൈലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നിങ്ങൾ കണ്ടമാരായിട്ട് കൂട്ടിക്കോളൂ. എന്താണ് ഇങ്ങനെ പറഞ്ഞപ്പോ ഇതിപ്പോ കംപ്ലീറ്റ് ചെയ്യണല്ലോ, നമുക്ക് നോക്കാം. നിങ്ങൾ വീട് ഉപയോഗിക്കുന്നത് താമസിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? വീട് പിന്നെ താമസിക്കാനല്ലാതെ പിന്നെ വീട്ടിൽ താമസിക്കുന്ന ആകെ ആളുകളുടെ എണ്ണം? പെരയിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, മക്കളും മരുമക്കളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇപ്പൊ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. മനസ്സിലായില്ലേ? സോറി, ചോദ്യം. കുടുംബനാഥന്റെ പേര്? പിന്നെ നിങ്ങൾ ആരെ വീട് വെച്ചിട്ടാണ് കയറി വന്നത്? കുടുംബനാഥന്റെ പേര് ഇപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ. പിന്നെ നിങ്ങൾ ആദ്യം കയറിയത് ആരാ വീടാച്ചില്ല? കംപ്ലീറ്റ് ചെയ്യണ്ടേ? അല്ല, തിരക്കൂടാൻ പറഞ്ഞല്ല, ഞാൻ കാര്യം ചോദിച്ചാണ്. നിങ്ങൾ കയറി വരുമ്പോ ആരെ വീടാന്ന് നിങ്ങൾക്ക് അറിയില്ല. നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോണ്ടേ. അപ്പൊ നമ്മള് മൂപ്പരേട് നമുക്കിത് മേലുദ്ദേശം കംപ്ലീറ്റ് നമുക്ക് റിപ്പോർട്ട് ചെയ്യണ്ടേ? നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ, ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യണ്ടല്ലോ. അതായത് ഇപ്പൊ ശരിയാവില്ലല്ലോ, മൂപ്പര് ഇങ്ങനെ തിരക്കൂടാന്ന് ബാക്കി വിളിച്ചിട്ട് നമ്മളെന്തിനാ നിർബന്ധിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. കുടുംബനാഥന്റെ ലിംഗം? വീട്ടിൽ കയറുന്നൊരു തോന്നിയസം പറയരുതോ. ഇവിടെ വീട്ടിലെ ആളും മക്കളും കുട്ടികളും മക്കളൊക്കെ ഉള്ളതാണ്. ഇറങ്ങി പോയാണ് നിങ്ങൾ അവിടുന്ന്. കുറെ നേരമായല്ലോ നിങ്ങള്. താമസിക്കുന്ന വീട് സ്വന്തമാണോ അതോ വാടകയ്ക്കാണോ? അല്ലടാ, ഇത് എന്റെ വാപ്പാന്റെ വീടാണ്. എന്റെ വാപ്പ എനിക്ക് കെട്ടി തന്നില്ലേ, ആ പെരയാണിത്. അതിൽ ഞാൻ നിൽക്കുകയാണ്. എന്താ? അല്ല സാറേ, ഇതിപ്പോ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ തോന്നില്ല. നിങ്ങള് പൂർത്തിയാക്കാതെ നമുക്ക് പോകാൻ നോക്കാം. നമുക്ക് മേലുദ്യോഗസ്ഥന്മാർ പരാതി കൊടുക്കേക്കാണ് നല്ലത്. 5-6 ക്വസ്റ്റ്യൻ ഉണ്ട് സാർ. എങ്ങനെയാലും കംപ്ലീറ്റ് ആയാലും നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? കിടന്നുറങ്ങാൻ സമ്മതിക്കുമോ നമ്മളെ? അതിപ്പോ എന്ത് ചെയ്യാം, നമുക്ക് കഴിയുന്നത് നമ്മളിങ്ങനെ വെറുതെ ഒരു 5-6 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു. എങ്ങനെയെങ്കിലും സഹകരിപ്പിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, മേലേക്ക് റിപ്പോർട്ട് ചെയ്യാം നമുക്ക്. നല്ലത്. അതായത് വെറുതെ നമ്മളെ വാപ്പാനിമാനെയൊക്കെ എന്തിനാ നമ്മള് അല്ല, എന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ ഗതികേടാണത്. സെൻസസിനെ നിയോഗിച്ച നമ്മളെ ഗതികേടാന്ന് വിചാരിച്ചാൽ മതി. ആവശ്യം ഉണ്ടോ? 3-4 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു. കംപ്ലീറ്റ് ആയിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. സാരസ്ഥം പോലെ ചെയ്യും. അല്ലപ്പോ ഞാൻ എന്താ പറയാ. വെളിച്ചത്തിനുള്ള സൗകര്യം വൈദ്യുതി ഉണ്ടോ, സോളാർ ആണോ, അതോ മറ്റെന്തെങ്കിലും സൗകര്യങ്ങളുണ്ടോ? വൈദ്യുതി തന്നെയാണ്. കറണ്ടിന്റെ കാര്യമൊക്കെ കണക്ക് തന്നെയാണ്. പക്ഷെ ബില്ല് അത് എല്ലാ മാസം കറക്റ്റാ. ശൗചാലയം ഉണ്ടോ ഇല്ലയോ? എന്താണ്? ടോയ്ലറ്റ് ആണ് ഉദ്ദേശം. ടോയ്ലറ്റ് എല്ലാ റൂമിലും ഉണ്ടല്ലോ. ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടോ? വൈഫൈ ആണോ അല്ലെങ്കിൽ മൊബൈൽ സിം റീചാർജ് ആണോ? എങ്ങനെയാണ് നെറ്റ് യൂസ് ചെയ്യുന്നത്? ഇന്റർനെറ്റ് ഒക്കെ തന്നെയാണ്. ഡെയിലി 2 GB എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഉച്ച ആകുമ്പോഴത്തിന് ഒന്നുമില്ല. പിന്നെ രണ്ടാമത് വീഡിയോ പോയിട്ട് പിന്നെ ഇത് ചെയ്യണം. നിങ്ങളും ഓരൊക്കെ കണക്കന്നെ, മാന്തൽ തന്നെയാണ്. അതും മാന്തല് ഇതും മാന്തല് അതന്നെ. സാറേ, ഞങ്ങൾ അധ്യാപകരാണ്. ഞങ്ങളോട് നിങ്ങൾ റോങ് ആയിട്ട് ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾ സർക്കാർ നിയമത്തിൽ ഞങ്ങളോട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കിത് ഇഷ്ടമുണ്ടായിട്ട് വരുന്നൊന്നുമല്ല. നിവൃത്തികേടുകൊണ്ട് ഞങ്ങളും ഇറങ്ങി വരികയാണ് നിങ്ങളെ കാലിന്റെ അടിയിലേക്ക്. ഞങ്ങൾ ഈ അട്ടന്റെയും കാട്ടിന്റെയും കാട്ടുകൂടി ഞങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒരു റിസോർട്ടുകളും മറ്റേതൊക്കെ വെറും പുതിയ ആനയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഞങ്ങളും നിങ്ങളെ മാതിരി ഞങ്ങളെ ജീവനെ പേടിയോണ്ട് വന്നു പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത്. അപ്പൊ ഞങ്ങളെ നിവർത്തികേടുകൊണ്ട് നിങ്ങളെ കാലിന്റെ അടിയിൽ വന്നു. നിങ്ങളോട് ദേഷ്യം പിടിക്കാനോ നിങ്ങളോട് ഇതാക്കി ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നുമല്ല. ഞങ്ങളൊരു ഭാഗം ഞങ്ങളെ മക്കളെ പോറ്റാൻ വേണ്ടിയുള്ളത് ഞങ്ങൾ നിങ്ങളെ അടിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്.
അതുകൊണ്ട് ഞങ്ങളോട് കുറച്ചേരും കൂടി നിങ്ങൾ സഹായിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ നിവർത്തി ഒന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ മേലുദ്യോഗസ്ഥരോട് ചെയ്യാല്ലാതെ നിവർത്തിയില്ല. അപ്പൊ പിന്നെ വരുന്ന ഭവിഷ്യത്തുകൾ മൂപ്പര് സാറ് പറഞ്ഞു തരും എന്താന്നുള്ളത്. 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എങ്ങനെയെങ്കിലും നമുക്ക് അവസാനിപ്പിച്ചിട്ട് ഇവിടുന്ന് എങ്ങനെയെങ്കിലും സ്ഥലം വിടാം. അതുകൊണ്ട് ഒന്ന് സഹകരിക്കാൻ പറയും. സാറേ പരമാവധി സഹിക്കുന്ന ആകുന്നില്ല. നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് 2 ക്വസ്റ്റ്യൻ ബാക്കിയുള്ളൂ. നമ്മളിതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. കാറ്, ജീപ്പ്, വാന് ഉണ്ടോ ഇല്ലയോ? 4 ഏക്കർ വണ്ടി ഉണ്ടെങ്കിൽ റേഷനും ഇല്ല, റേഷൻ കാർഡൊന്നും ഉണ്ടാവില്ല. അത് നമ്മളെ വണ്ടി ഒന്നല്ല, അത് അപ്പുറത്തോട് നിർത്തലാൻ വന്നതാണ്. നമുക്ക് വണ്ടി ഒന്നല്ല അവിടെ. ഓക്കെ ശരി. പ്രധാന ഭക്ഷ്യധാന്യം അരി, ഗോതമ്പ്, മറ്റെന്തെങ്കിലും? ഞാൻ പുല്ലും പൈക്കലൊക്കെ ഞങ്ങൾ തിന്നുന്നത്. ഞങ്ങൾ പൈക്കളാണല്ലോ, അതുകൊണ്ട് അതിന്റെ കഴിഞ്ഞു. അത് കഴിഞ്ഞില്ലേ, പരിപാടി കഴിഞ്ഞില്ലേ? അത് എങ്ങനെ സാർ നിങ്ങളോട് സഹകരിച്ചു? ഇത് നിങ്ങളേക്ക് നടക്കൂല, അത്രേ പറ്റുള്ളൂ. നമ്മള് മേലുദ്യോഗസ്ഥ റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ വലിയ നടപടി എടുക്കും. ആയിക്കോട്ടെ, ചെയ്യും നടപടി. സാറേ ഇവര് സഹകരിക്കാൻ പറ്റില്ല, നമുക്ക് മേലുദ്യോഗസ്ഥരെ ഇപ്പൊ നമുക്ക് വലിയ ആവശ്യമുണ്ടോ? അധ്യാപകരെ കൊണ്ടുപോയിട്ട് സെൻസസ് ഏൽപ്പിച്ചിട്ട് ഏതൊക്കെ വീട്ടിൽ കിടക്കുന്നോണ്ട് തൊള്ളേ തോന്നി കേൾക്കേണ്ട വലിയ ആവശ്യമുണ്ടോ? നമുക്ക് നമ്മൾ ഈ ഇടങ്ങേറായിട്ട് എന്തിനാണ് ഇതിന് വേണ്ട? നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ടിന്റെ ഭവിഷ്യത്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പഠിച്ചോളും. നമ്മളെ മേലുദ്യോഗസ്ഥർ ചെയ്താൽ ആവുന്നില്ല. എന്തിനത് വെറുതെ കേൾക്കും. എന്തൊക്കെ വർത്താനൊക്കെ അങ്ങനെ പോണ്, സുഖമായിട്ട് പോണ്. ഇവര് സെൻസസിന് വന്ന സാർമാര് മൂപ്പര് ഭയങ്കര റോങ്ങായാലേ നമ്മള് കാര്യങ്ങൾ ചോദിക്കുകയാണ് മൂപ്പരോട് ചോദിക്കുമ്പോ ഞമ്മക്കല്ലല്ലോ പ്രശ്നം, മൂപ്പർക്കല്ലല്ലോ പ്രശ്നമുള്ളത്. മൂപ്പര് ഫുള്ള് തർക്കുത്തരം മാത്രം പറയാം. ഞങ്ങളൊരു അധ്യാപകരല്ലേ, ആ ഒരു ബഹുമാനം കൂടി മൂപ്പര് തരുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീട്ടിൽ വലിയ സെൻസസിന് വേണ്ടി വന്നിരുന്നു. അപ്പോ നമ്മള് വളരെ മാന്യമായിട്ടാണ് ഇവരോട് സംസാരിച്ചിരുന്നത്. അപ്പോ മാന്യമായി സംസാരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മേലുദ്യോഗസ്ഥന്മാർക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടത്. അപ്പൊ അതുകൊണ്ട് വളരെ മാന്യമായിട്ട് തന്നെ പെരുമാറണം. അന്നോടെ ഒരു വന്നീനോ? അതിന് എന്റെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. നമ്മള് റോങ് ആയിട്ട് ഒരു ആൻസറും പറയാൻ പാടില്ല, കറക്റ്റ് ആൻസർ ആയിട്ടാണ് പറയേണ്ടത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരുപാട് പിന്നെ പോലീസ് ഇനിയിപ്പോ മൂപ്പര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞങ്ങൾ മൊത്തം റെക്കോർഡ് ഇതാക്കി ഞങ്ങൾ കംപ്ലൈന്റ് സാറെ ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും. ഞങ്ങളെ കയ്യിൽ നിന്ന് വിട്ടുപോയി. ഇനി അതിന്റെ മേലെ ഉദ്യോഗസ്ഥന്മാര് വരും. ഇനി അവര് ചെയ്തോട്ടെ. ഇവര് മൂപ്പര് വീട്ടിൽ ഞങ്ങൾ ആട്ടി വിട്ടിട്ടാണ്. അല്ല, നിങ്ങൾക്ക് അറിയിച്ചു ഇവരെ അറിയിച്ചു ഇങ്ങനെ 2 സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇവരെ അറിയിച്ചു. അത് സാറേ ഒന്ന് ഇവര് അറിഞ്ഞപ്പോ അധികം ഉണ്ടാവില്ല, ഗൾഫിലും കാര്യങ്ങളൊക്കെ ആണ്. എന്നാലും ഒരു അധ്യാപകർ ഞങ്ങളെ പ്രയാസങ്ങൾ മൂപ്പര് മനസ്സിലാക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ 4 മണി വരെ ക്ലാസ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വരുന്നത്. അത്ര ഇടങ്ങേറായിട്ട് അവിടെ എത്തുന്നോടത്തുനിന്ന് മൂപ്പര് 5 റോങ്ങിൽ വർത്താനം പറഞ്ഞത്. ഒരു ചോദ്യം ചോദിച്ചതിന് മൂപ്പര് നല്ലത് പറഞ്ഞില്ല. മൂപ്പരോട് ഞങ്ങൾ ചെറിയൊരു ചോദ്യം ചോദിച്ചപ്പോൾ മൂപ്പര് തട്ടെടുത്ത് പറഞ്ഞു, ഞങ്ങൾ വൈക്കോലും പുല്ലൊക്കെയാണ് തിന്നുന്നത്, അരിഭക്ഷണമാണോ കഴിക്കുന്നത് വേറെന്തോണോ കഴിക്കുന്നത് ചോദിച്ചിരുന്നു. മൂപ്പര് പറഞ്ഞിട്ട് അരിഭക്ഷണം അല്ല തിന്നു, ഞങ്ങൾ വൈക്കോലും പുല്ലും ഒക്കെയാണ് ഇവിടെ തിന്നുന്നത്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റില്ല സാറാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ മെസ്സേജ് അയച്ചുപോയി, ഫോണിൽ ഞങ്ങൾ റിക്വസ്റ്റ് അയച്ചുപോയി. ആ മേലുദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞു ഇനി അവര് വരും. അവര് വന്നിട്ട് വരും. ഡീറ്റെയിൽ ഞങ്ങൾ നമ്പർ ഇട്ട് പോകുന്നുള്ളൂ. അവര് വന്നിട്ട് ഫൈനടക്കുകയാണെങ്കിൽ ഫൈനടക്കുക. നിസ ഒന്ന് മാന്യമായി പെരുമാറിക്കൂടെ? അല്ല, ഒന്നും വിചാരിക്കരുത്. കാരണം എന്താ വെച്ചാൽ മാന്യമായി പെരുമാറി. ഇവന്റെ അവസ്ഥ വളരെ മോശം. പിന്നെ ഇവര് സ്കൂളിൽ പഠിപ്പിക്കല്, പിന്നെ അതിന്റെ ശേഷം സെൻസസ് എടുക്കല്, എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇവർക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മാന്യമായി പെരുമാറായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കിയത്. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ മാർഗമില്ല, ഒരു മാർഗമില്ല. ഇല്ല. മറ്റേ സാറോടൊന്ന് സംസാരിച്ച് നോക്കി, എന്താ പറയുന്നത് നോക്കി, നമ്മളെ മേലെ മറ്റാളോടൊന്ന് സംസാരിച്ച് നോക്കി. അല്ല സാറേ, സാറിന് അറിയില്ലേ? അറിയാലോ. ആമിന്റെ വീട്ടിൽ വന്നിട്ട് അതെ എന്താ സാറേ മൂപ്പര് പറഞ്ഞു? ജിൻസായിട്ട് എന്താ പറഞ്ഞു നിങ്ങളോട്? അല്ല, എന്താ പറഞ്ഞു നിങ്ങളോട്? ആദ്യം ഞങ്ങളെ കാര്യം നിങ്ങൾ കേൾക്കണോ? എനിക്കറിയാം സാർ, ഞങ്ങളൊക്കെ അധ്യാപകരാണ്. ഞങ്ങൾ സെൻസസ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് നിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര ദിവസമായി എന്ന് മനസ്സമാനത്തോടുകൂടി കടന്നുറങ്ങിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയോ? കാരണം നിങ്ങളെപ്പോലുള്ള കുടുംബങ്ങളിൽ അന്ന് ഞങ്ങൾ വന്നതാ. വളരെ മാന്യമായ രീതിയിലാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഉത്തരം തന്നത്. സന്തോഷത്തിലാണ് ഞങ്ങൾ തിരിച്ചു പോയത്. ഇന്നിവിടെ നേരെ തിരിച്ചാണ് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ 100 കണക്കിന് വീടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വീടുകളിൽ നിന്ന് ദുരനുഭവങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, 9 മണിക്ക് സ്കൂളിലെത്തി, 4 മണിക്ക് സ്കൂളിൽ വിട്ട് ഇറങ്ങിയത്. അപ്പൊ സമയം എത്രയായി? 6:30 മണിയാവാനായി. ഈ സമയത്ത് ഞങ്ങൾ ഓരോ വീടിന്റെ തന്നെ കയറി നിരങ്ങാം. ഇത് സാറ് പിന്നെ മൂപ്പര് ചെറുതായിട്ട് പ്രഷറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ചിലപ്പോ ആ സമയത്തിന് ഗുളിക കഴിക്കാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ സാറ് ഒന്നും മേലുദ്യോഗസ്ഥന്മാരെ അറിയിച്ച് അതിലൊരു വിട്ടുവീഴ്ചയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ദിവസങ്ങളും മാസങ്ങളോളം ഉറക്കു വെച്ച്
ഓരോ വീടിനും മാപ്പുകൾ വരച്ചുണ്ടാക്കി ഓരോ വീടും കാടും തോടും റോഡും താണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇത്ര സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ജോലിനെ ബാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ മര്യാദ പഠിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ മേലുദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ട്. അവരിപ്പോ വരും. വന്നതിന് ശേഷം അവര് തീരുമാനിച്ചോളും. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളെ കംപ്ലൈന്റ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഇനി വരുന്ന ഉദ്യോഗസ്ഥർ എന്താണോ തീരുമാനം എടുക്കുന്നത് അതേ നടപ്പിലാവും. ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. അത്രയും മോശമായിട്ടാണ് ഇദ്ദേഹം ഞങ്ങളോട് സെൻസിറ്റീവ് ആയിട്ട് ഒരു നിസ്സഹകരണം തന്നെയായിരുന്നു. മിക്ക ക്വസ്റ്റ്യൻസിനും വളരെ റോങ് ആയിട്ടുള്ള ആൻസറാണ് അദ്ദേഹം തന്നത്. നിഷാക്ക് കുറച്ച് മാന്യമായി പെരുമാറുന്നത് അങ്ങനല്ല. നമുക്കറിയാലോ, എന്റെ മോനിപ്പോ കഴിഞ്ഞ കച്ചവടം ചെയ്തിട്ട് കുറെ പൈസ പോയി. നമുക്കറിയാലോ. പക്ഷെ ഞാൻ ആ ഒരു മൂടി ഇരിക്കുമ്പോഴാണ് ഇവര് വരുന്നത്. ഇതിലെ ഒന്നാമത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡിലാണ്. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞു. ശരിയാ, ഞാൻ കത്തിച്ചാൽ കുറെ പറഞ്ഞു. പക്ഷെ ഞാൻ ആൾക്കറിയാലോ ഇത്ര പൈസ ഉണ്ട് തിച്ചട്ടം കൊണ്ട് കളഞ്ഞത്. ഞാൻ ആ ഒരു മൂഡിലാണ്. അതാണ് പറ്റിയത്. ഇതിൽ ഒന്നാമത്തെ പ്രശ്നം എന്താ അറിയോ, നമ്മള് പിന്നെ വീട്ടിലേക്ക് എടുക്കുന്ന നെറ്റ് കണക്ഷൻ ഇല്ല, അതുവരെ സർക്കാരിന്റെ ഇതിൽ കറക്റ്റ് നിങ്ങൾ സത്യം പറഞ്ഞാലും നുണ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവര് അക്കൗണ്ടിക്കലി ഉണ്ട്. അതായത് നിങ്ങൾ കേബിൾ വെച്ചിക്കണമെങ്കിൽ ഇത്ര പൈസ വർഷത്തില് നിങ്ങൾ വിനോദത്തിന് വേണ്ടി ചെലവാക്കുന്നുണ്ടെന്ന് ഇവർക്ക് കറക്റ്റ് കണക്കുണ്ട്. അപ്പൊ ഇതൊന്നും നുണ പറഞ്ഞിട്ടോ ഇതാക്കിയിട്ട് ഒന്നും കാര്യമല്ല. അത് അതിൻ്റെതായ രീതിയിൽ പറഞ്ഞു കൊടുക്കണ്ടേ. ഇവര് മനുഷ്യന്മാർ തന്നെയല്ലേ, ഇവർക്ക് അത്ര പ്രഷർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതേ മാതിരി തന്നെ ഇവർക്ക് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മളെന്താക്കണോ പരമാവധി സഹായിച്ചിട്ട് ഇതാക്കണ്ടേ. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. അത് സാർ തൊട്ടടുത്ത വീട്, അതിന്റെ തൊട്ടപ്പുറത്തെ വീട് സാറേ. ഓക്കെ ഇനിയിപ്പോ സാർമാരൊന്നും അവർക്ക് സംസാരിക്കാം, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ. അവരെത്തി, തൊട്ടപ്പുറം എത്തി. സാർ ഇരിക്കും സാറേ. ഞങ്ങളിപ്പോ വന്നത് ഇവിടുന്ന് ഒരു പരാതി കിട്ടി. വന്ന ഉദ്യോഗസ്ഥന്മാരെ അപമര്യാദ പെരുമാറി സെൻസസ് എടുക്കാൻ വന്നവരെ മാന്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും അവരെ ഒരു അപമര്യാദ പെരുമാറുന്ന പരാതി കിട്ടിയിട്ട് സാറിനെ കൂടി അന്വേഷിക്കാൻ വന്ന. സാറേ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. ഒന്നും ചെയ്യാൻ പറ്റില്ല. സാർ കയറി ഇരിക്കും സാറേ. ഇല്ല, ഇരിക്കാനും നോക്കും. ഞങ്ങൾ ഇരിക്കാനൊന്നും വന്നതല്ല. നിങ്ങൾ ഇരിക്കുന്നൊന്നുമില്ല. പരാതി രജിസ്റ്റർ ചെയ്തു. പരാതി രജിസ്റ്റർ ചെയ്തിരുന്നു സാറേ. അപ്പൊ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അതിന് നടപടിയായിട്ടാണ് വന്നേക്കണം. ഞങ്ങൾ നോട്ടീസ് കൊടുക്കാൻ വേണ്ടിട്ട് വന്നു. സാറ് ഒന്നുകൂടി ശ്രമിച്ചു സാറേ. കംപ്ലൈന്റ് ഓൾറെഡി രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. അവസാനമായിട്ട് എന്താ ചെയ്യാൻ പറ്റും സാറേ? ഈ നോട്ടീസിൽ പറഞ്ഞ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ അടക്കേണ്ടി വരും പൈസ. സാറേ ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. ഇനി ഒന്നും അവസാനമായിട്ട് ഇതൊരു കോപ്പി ഒപ്പിട്ടിട്ട് സാറേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് ഫൈൻ എന്തായാലും നിങ്ങൾ അടയ്ക്കണം. അടച്ചേ പറ്റും. ഞാൻ വേണമെങ്കിൽ അവരോട് അല്ല, ഒന്നും പറ്റില്ല. ഒന്നും പറ്റില്ല. നിങ്ങൾ ഒപ്പിടും. ഉദ്യോഗസ്ഥരോട് ഞാൻ വേണമെങ്കിൽ മാഫ് പറയും. ഇനി കൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഒപ്പിടും. സാറേ ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. എല്ലാം കഴിഞ്ഞു പോയി. നമ്മുടെ കയ്യിൽ ഒരു അബദ്ധം പറ്റി പോയതാ സാറേ. ഈ നോട്ടീസിൽ പറഞ്ഞ പ്രകാരം നിങ്ങൾ എന്തായാലും ഫൈൻ അടക്കേണ്ടി വരും. ഇത് സർക്കാർ തീരുമാനമാണ്. ഞങ്ങൾക്കൊന്നും അല്ല സാറേ, ഈ നോട്ടീസും കൈപ്പറ്റി കഴിഞ്ഞാൽ ഫൈനുകളോ കാര്യങ്ങളോ എന്തെങ്കിലും വരുമോ? ഫൈൻ വരും. ഫൈൻ ഉണ്ടാവും. എന്തായാലും ഉണ്ടാവും സാറേ. ഒന്നും ഒറ്റ പ്രാവശ്യം സാറേ ഒരു തെറ്റ് പറ്റി പോയതാ സാറേ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റും. 4 മണി ഞാൻ പിടിക്കും. പ്രകാരം ഫൈൻ അടക്കുക, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ക്ലിയർ ചെയ്ത് നിങ്ങൾ കോടതിയിൽ ഇരുന്ന് പൈസ അടച്ചാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ സാറേ. ഫൈൻ നിങ്ങൾ അടയ്ക്കാൻ പാടില്ല. നിശാൻ പോട്ടെ എന്നാലും അത് നോക്കിയിട്ട് കാര്യടാ. ഒരു വിളിക്കുമ്പോ എന്താ ഫൈൻ അടക്കുക എന്താ ചെയ്താൽ മതി. ഞാൻ പോയിട്ട് വരാം. എനിക്ക് കുറച്ച് ആവശ്യം തന്നെ. എന്നാ ശരി കേട്ടോ. എന്നാ ശരി. ഓക്കെ. അല്ലാത്തപ്പോ അതിലിപ്പോ ഇത്